അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി. അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി. ആദിയ നിദാനാഥ നിൻ തിരുമുൻപിൽ അണയുന്നു പ്രത്യാശയോടെ. നിൻ ഹൃദയമപ്പടിവാതിലിൽ മാലാഖമാരാർത്തു പാടും. നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ഒരുക്കമായിട്ടുള്ള അമ്മ മനസ്സ് എന്ന ഈ ധ്യാന ശുശ്രൂഷയുടെ 6-ാം ദിനത്തിലേക്ക് സ്നേഹസ്വാഗതം. ഗുഡ്നസ് ടിവിയോടൊപ്പം നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ നൽവരങ്ങൾ നമുക്കേവർക്കും ലഭ്യമാകുമെന്നുള്ളതിന് സംശയമില്ല. ഏകമനസ്സോടെ ഒരുമനപ്പെട്ട് നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഇന്ന് നാം പ്രത്യേകം വിധം പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലെ ദൈവവിചാരമില്ലാതെ ദൈവനിഷേധികളായി, കഠിനപാപികളായി, കാലങ്ങളായി പാപത്തിനും തഴക്കദോഷങ്ങൾക്കും അടിപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മ നമുക്കിന്ന് നൽകുന്ന പ്രധാന സന്ദേശം, ഒരമ്മ നമുക്കുണ്ട് എന്ന അവബോധത്തിൽ നാം വളരുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. ഒരമ്മയ്ക്കൊരിക്കലും ഒരു കുഞ്ഞിനെ തള്ളിക്കളയാനാവില്ല. അവൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഏകപുത്രനെ ലോകത്തിന് നൽകിയ അമ്മയാണ്. അവൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യത, അവളുടെ വ്യാകുല വാളേറ്റുമുറിഞ്ഞ ആ വിമല ഹൃദയത്തിൻ്റെ അനന്ത യോഗ്യത, അവളുടെ രക്തക്കണ്ണീരിൻ്റെ അനന്ത യോഗ്യത അനേക കഠിനപാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്നത്തെ പ്രത്യേകമായ നിയോഗത്തിൽ നാം ഒരു 3 നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രിയപ്പെട്ടവരായി വഴിമാറി നടക്കുന്ന, ദൈവത്തെ വേണ്ട എന്ന് വെക്കുന്ന, ദൈവിക സംവിധാനങ്ങളെ എതിർക്കുന്ന, ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ നിൽക്കുന്ന, പരിശുദ്ധമായ സഭയുടെ ശുശ്രൂഷകളെ കഠിനമായി വിമർശിക്കുന്ന കഠിനപാപികൾ, മരണത്തിന്, 2ാം മരണത്തിന്, മരണച്ചുഴിക്ക്, നരകത്തിന് ഇരയാകാൻ വിധിക്കപ്പെട്ട അനേകർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കഠിനപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഈ ശുശ്രൂഷ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യേകമായ നീലക്കാപ്പ കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ പൊതിയണമേ. പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.
പരിശുദ്ധ ദൈവമാതാവേ, അമ്മയോടൊപ്പം അമ്മയുടെ മനസ്സറിഞ്ഞ് ഞങ്ങൾ നടത്തുന്ന ഈ ശുശ്രൂഷയിൽ അമ്മ കൂടെ ഇരിക്കണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അമ്മയുടെ അധ്വാനത്തെ പിന്താങ്ങിക്കൊണ്ട് അമ്മയുടെ കരം പിടിച്ച് അനേകാത്മാക്കളെ മോചിപ്പിച്ചെടുക്കാനുള്ള കൃപ, മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അരൂപി ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കഠിനപാപികളായി കഴിയുന്ന സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇടവകാംഗങ്ങളെ, അയൽക്കാരെ, ഞങ്ങളുടെ ദേശത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളിതാ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അമ്മയുടെ കരം പിടിച്ച് സാത്താൻ്റെ തല തകർത്ത് അടിമത്തങ്ങളിൽ നിന്ന് അമ്മ അവരെ മോചിപ്പിക്കണം. അമ്മയെ നിഷേധിക്കുന്ന, സഭയിൽ നിന്ന് അമ്മയെ പുറത്താക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അമ്മയുടെ സാന്നിധ്യത്തെ എതിർക്കുന്ന തിന്മയുടെ ശക്തികളെ അമ്മ തന്നെ നേരിടണമേ. അമ്മയെ ഉയർത്തുവാൻ, അമ്മയെ ആദരിക്കുവാൻ, അമ്മയെ ബഹുമാനിക്കുവാൻ അനേകരെ അമ്മ അമ്മയുടെ സൈന്യത്തിൽ ചേർത്ത് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ 6-ാം ദിവസത്തെ ശുശ്രൂഷ നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗീവർഗീസ് പാലമുട്ടിലച്ഛനാണ്. പ്രിയപ്പെട്ട ഗീവർഗീസ് പാലമുട്ടിലച്ഛനെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. അമ്മ മനസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ മനസ്സ് എന്ത് എന്ന് അറിയുവാൻ അമ്മയുടെ ജന്മത്തിരുനാളിനോട് അനുബന്ധിച്ച് ഗുഡ്നസ് ചാനൽ ഒരുക്കുന്ന ഈ മരിയൻ ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മനസ്സ് എന്ത് എന്ന് അറിയാൻ നമ്മൾ പരിശ്രമിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ മനസ്സ് എന്ത് എന്ന് ഒന്നറിയാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോയുടെ ബലി കാൽവരി മലയിൽ പൂർത്തിയാകാൻ പോവുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുവാൻ സമയം ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. ഒരുപാട് പേര് ഈ കുരിശിൻ്റെ ചുറ്റുപാടും നിൽപ്പുണ്ട്. കൂടുതലും ആളുകൾ അവനെ പരിഹസിക്കാനും നിന്ദിക്കാനും ആക്രോശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ അവൻ ചില മുഖങ്ങളെ തിരിച്ചറിയുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ വേദനയോടെ നിൽക്കുന്ന ഒരമ്മയുണ്ട്. 30 വർഷം താനൊപ്പം ജീവിച്ച, ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ സമർപ്പിച്ച് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തീർന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മ. അതുപോലെ താൻ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു ശിഷ്യനും ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് മുൻപ് തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ ഈ അമ്മയോട് ഈ ഈശോ പറയുകയാണ്, അമ്മേ, ഇതാ നിൻ്റെ മകൻ. താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യൻ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. രണ്ടാമത് ഈ ശിഷ്യനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ.
അതിൻ്റെ പര്യവസാനം ഇപ്രകാരമാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ അമ്മയുടെ മനസ്സ് ഒന്ന് തിരിച്ചറിയാൻ നമ്മൾ ഒന്ന് പരിശ്രമിക്കുകയാണ്. കാൽവരി മലയിൽ തൻ്റെ പുത്രൻ്റെ ബലി പൂർത്തിയാവുകയാണ്. വിങ്ങുന്ന ഹൃദയത്തോടെ ഈ അമ്മ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ച് ഈ മകന് കരുത്തായി താങ്ങായി നിൽക്കുകയാണ്. ഈ അമ്മ പലപ്പോഴും പറയാതെ പറയുന്നുണ്ട്, മകനെ, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാനുണ്ട് നിൻ്റെ കൂടെ. നിൻ്റെ ഈ സഹനത്തിൻ്റെ വഴികളിൽ ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, ഞാൻ നിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പൂർത്തീകരണമാണല്ലോ ഈ കാൽവരി മലയിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നീ ഭാരപ്പെടണ്ട, നീ സങ്കടപ്പെടണ്ട, ഞാനാണ് നിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് ഈ അമ്മ ഈ മകനോട് പറയാതെ പറയുന്നുണ്ട്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി നിൽക്കുന്ന ഈ അമ്മയോട് ഈ മകൻ പറയുന്നുണ്ട്, അമ്മേ, സങ്കടപ്പെടണ്ട, ഞാൻ ഇതാ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പോവുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. അമ്മ ഭാരപ്പെടണ്ട, ഈ ലോകത്തെ മുഴുവനും ഇതാ അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ഈശോയെ സ്വന്തമെന്ന് കരുതുന്ന എല്ലാവർക്കും ഈ അമ്മയെയും സ്വന്തം അല്ല എന്ന് പറയാൻ പറ്റുകയില്ല. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനെ ഈ അമ്മയെ ഏൽപ്പിക്കുമ്പോൾ, ആ ശിഷ്യൻ്റെ കരങ്ങളിലേക്ക് ഈ അമ്മയെ ഏൽപ്പിക്കുമ്പോൾ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നത്, അപ്പോൾ മുതൽ ഈ അമ്മയെ തൻ്റെ സ്വന്തം ഭവനത്തിൽ ആ ശിഷ്യൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ജീവിതത്തിനും ഓരോ ദിവസത്തിനും ഒരുപാട് ക്ലേശങ്ങളുണ്ട്, ഒരുപാട് സഹനത്തിൻ്റെ വഴികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. കടന്നു പോകുമ്പോൾ നമ്മോടൊപ്പം ഈശോയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. ഈ സഹനത്തിൻ്റെയൊക്കെ പൂർത്തീകരണമാണല്ലോ പലപ്പോഴും നമ്മുടെ ബലികളായി ദേവാലയങ്ങളിൽ നമ്മൾ അർപ്പിക്കപ്പെടുന്നത്. ഓരോ ബലിപീഠത്തിലും അർപ്പിക്കപ്പെടുന്ന കാൽവരി മലയുടെ പുനരാവിഷ്കരണം അവിടെ നടക്കുമ്പോൾ, കാൽവരി മലയിൽ അർപ്പിച്ച ബലി ഓരോ ബലിപീഠത്തിലും പൂർത്തിയാകുമ്പോൾ ആ ബലിപീഠത്തിൻ്റെ അടുത്ത് ഒരമ്മ നിന്നെയും നോക്കി നിൽപ്പുണ്ട്. ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും ഈ അമ്മയെ ആ ബലിപീഠത്തിൽ അനാഥയായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കുകയില്ല. ചുറ്റുപാടും നിന്നവരൊക്കെ ഈശോയെ നിന്ദിക്കുകയും ആക്രോശിക്കുകയും അവനെതിരെ നിന്ദാവചനങ്ങൾ പറയുകയും അവനെ തുപ്പുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ഒരു ഹൃദയത്തോടെയാണ് ഈശോയെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഈ അമ്മയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരമ്മയാണ് സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നീ ഈശോയെ സ്നേഹിക്കുമ്പോൾ നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരമ്മയുടെ മനസ്സുണ്ട്. നിനക്ക് താങ്ങായി, തണലായി, നിൻ്റെ കൂടെ നിൽക്കുന്ന, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്നെ താങ്ങി നിർത്തുന്ന ഒരമ്മയുടെ മനസ്സ് നിനക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാൽവരി മലയിൽ യാഗമായി തീർന്ന ഈശോയുടെ തിരുശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈ കുർബാനയാകാൻ ഈശോയെ സഹായിച്ച, കൂടെ നിന്ന് ശക്തിപ്പെടുത്തിയ ഒരമ്മയുടെ സാന്നിധ്യം, നമ്മളും കുർബാനയാകുവാൻ, ബലിയായി തീരുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരമ്മയുടെ മനസ്സ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ അമ്മയോടൊപ്പം ഈ കാൽവരി മലയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും തൻ്റെ പ്രിയപ്പെട്ടവരായി ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ അമ്മയുടെ സ്നേഹം. കാരണം താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനോട്
ഇപ്രകാരം പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ചു കൊടുത്ത സമ്മാനമാണ്. ഇനിയും ഒന്നുകൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് ഈ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈ ശിഷ്യൻ തയ്യാറായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന, ക്രിസ്തീയ ജീവിതത്തിൽ ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, സഹനത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ, പ്രലോഭനങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന, നമുക്ക് താങ്ങായി തണലായി വീഴാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ, ഓരോ കുർബാന അവസാനിക്കുമ്പോഴും ബലിപീഠത്തിൻ്റെ ഒരു സൈഡിൽ മാറി നിൽക്കുന്ന, ബലിപീഠത്തിനോടൊപ്പം നിൽക്കുന്ന അമ്മയെ നിന്റെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഓരോ ബലിയർപ്പണം കഴിയുമ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇറങ്ങിപ്പോകുന്നു. ഈശോയെ കിട്ടി, ഈശോയെ സ്വീകരിച്ചു എന്നുള്ള വലിയ സന്തോഷത്തോടെ നീ ഇറങ്ങിപ്പോകുമ്പോൾ നിന്നെ നോക്കി മാറി നിൽക്കുന്ന ഒരമ്മ കൂടെ അവിടെ നിൽപ്പുണ്ട്. കാരണം ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യന് സമ്മാനമായി കൊടുക്കാൻ ഈശോ കരുതി വെച്ച ആ വലിയ സമ്മാനം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്നാണല്ലോ വിളിക്കപ്പെടുന്നത്. യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 1 യോഹന്നാൻ 3:1 പറയുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്, നാമൊക്കെ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, അത് അങ്ങനെയാണ് താനും എന്നാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് നമ്മളെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ വചനം പറയുകയാണ്, അത് അങ്ങനെയാണ് താനും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. നമുക്ക് ഈ ദൈവത്തിൻ്റെ പുത്രന്മാരാകുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് സുവിശേഷത്തിലൂടെ, വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറുവാൻ, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ട് നമ്മൾ മാറുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ, ദൈവം സ്നേഹിക്കുന്നവരായിട്ട് മാറുമ്പോൾ സ്വർഗം നമുക്ക് തരുന്ന ഒരു വലിയ സമ്മാനമാണ് ഈ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മെ എപ്പോഴും ദൈവത്തോട് ചേർത്ത് നിർത്താൻ, ദൈവസ്നേഹത്തോട് ചേർത്ത് വെക്കാൻ നമ്മളെ പരിശീലിപ്പിക്കും. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് കുരിശിൻ്റെ വഴിയിലൂടെ നീ കടന്നു പോയാലും, എത്ര വലിയ സഹനങ്ങളിലൂടെ നീ കടന്നു പോയാലും, ഈശോയോടൊപ്പം നിന്നതുപോലെ ഞാനുമുണ്ട് നിൻ്റെ കൂടെ. നീ വീഴാതെ, നീ തളർന്നു പോകാതെ നിന്നെ ശക്തിപ്പെടുത്താൻ ഈ അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ അമ്മയുടെ സ്നേഹം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ അമ്മമാരുടെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈ അമ്മയുടെ ഓർമ്മ, നമ്മുടെ സ്വന്തം അമ്മയുടെ, ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകിയ അമ്മയുടെ ഓർമ്മ, ആ അമ്മയുടെ സാന്നിധ്യം ഓരോ നിമിഷവും നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിമുട്ടിയ മേഖലകളിൽ, സ്ഥലങ്ങളിലൊക്കെ ഈ അമ്മയുടെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ അമ്മ നമ്മളോട് പറയും, മോനെ പോട്ടെ, സാരമില്ല എന്ന് പറയുന്ന ഒരമ്മയുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകിയ അമ്മയുണ്ട്. ഈശോ പറയുന്നുണ്ട് വചനത്തിലൂടെ, ഈ പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യം പേറി നടക്കുന്ന സ്വർഗത്തിൻ്റെ ഒരമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്വർഗരാജ്യത്തിൻ്റെ മക്കളാകാൻ നമുക്ക് സാധിക്കുക. ഈ ഭൂമിയിലെ അമ്മയ്ക്ക് നമ്മുടെ ഒപ്പം നിൽക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ
ഒരു പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ സ്വർഗത്തിൻ്റെ അമ്മ അങ്ങനെയല്ല. ശത്രുവിൻ്റെ തലയെ തകർത്തുകൊണ്ട്, പിശാചിൻ്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട്, നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിന്നെ ദൈവ തിരുക്കുമാരനോട് ചേർത്ത് വെക്കുവാൻ, തൻ്റെ പുത്രനോട് ചേർത്ത് പിടിക്കുവാൻ ഈ അമ്മയുടെ സാന്നിധ്യം നിന്നെ സഹായിക്കും. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ടല്ലോ, ശത്രുവിൻ്റെ തലയെ തകർത്ത ഒരു സ്ത്രീയെക്കുറിച്ച്. പരിശുദ്ധ അമ്മയാണ് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. തിരുസഭയുടെ അധികാരത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ, നമ്മൾ ഈ ലോകത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ ഈ അമ്മയുടെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തും. ഈ അമ്മയുടെ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. തൻ്റെ മകൻ കുരിശും വഹിച്ചുകൊണ്ട് ഗോകുൽത്താ മലയിലേക്ക് പോയ സമയം ഈ അമ്മ കുരിശിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ അമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈശോ കാണുന്നുണ്ട് തൻ്റെ അമ്മ കൂടെ വരുന്നത്. അപ്പോഴൊക്കെ ഈ അമ്മ പറയുന്നുണ്ട്, മോനെ, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാനുണ്ട് നിന്നെ ശക്തിപ്പെടുത്താൻ, ഞാനുണ്ട് നിന്നെ ബലപ്പെടുത്താൻ. നീ ധൈര്യമായിട്ട് പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് നീ മുന്നോട്ട് പോവുക. മുന്നോട്ട് വെച്ച കാല് നീ പുറകോട്ട് വെക്കരുത്. ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നീ വന്നത്. അതിനു വേണ്ടിയിട്ട് നീ ഈ സഹനം, ഈ കുരിശ് നീ ഏറ്റെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകനെ ഈ കുരിശിൻ്റെ വഴിയിലൂടെ നടത്തി അങ്ങ് കാൽവരി മലയുടെ മുകളിൽ ബലിയായി അർപ്പിക്കുന്നതുവരെയും അവസാനം ആ ബലിയായി പൂർത്തിയായ തൻ്റെ തിരുക്കുമാരൻ്റെ ശരീരമെടുത്ത് തൻ്റെ മടിയിൽ കിടത്തി നെറ്റിയിൽ ചുംബിക്കുമ്പോഴും ഈ അമ്മയുടെ മനസ്സ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ എന്ന്. തളർന്നു പോകാതെ, വീണു പോകാതെ കൈപിടിച്ച് നടത്തി ബലി പൂർത്തിയായി തൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീരം 33-ാമത്തെ വയസ്സിൽ മൃതമായ തൻ്റെ തിരുക്കുമാരൻ്റെ ശരീരം മടിയിൽ കിടത്തി ആ നെറ്റിയിൽ ചുംബിക്കുമ്പോഴും അമ്മയുടെ ഉള്ളിൽ ഒരാനന്ദമുണ്ടായിരുന്നു. ഈ ഗബ്രിയേൽ ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയോട് ദൈവദൂത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഏലിശിബ പുണ്യവതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പരിശുദ്ധ അമ്മ. അവിടെ നിന്നിട്ട് അവളൊരു സ്തോത്രഗീതം പാടുന്നുണ്ട്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സന്തോഷമല്ലത്, ആനന്ദമാണ്. ഈ കുരിശിൻ്റെ വഴിയിലൂടെ പോകുമ്പോഴും, ഈ കുരിശിൻ്റെ വഴി പൂർത്തിയാകുമ്പോഴും, ബലിയായി നിൻ്റെ ജീവിതത്തെ നീ കാഴ്ചവെക്കുമ്പോഴും നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ തിരിച്ചറിയുവാൻ നമ്മൾ ഭൂമിയിലെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് തിരിച്ചറിയുകയില്ല. ഈ അമ്മ തൻ്റെ തിരുക്കുമാരനെ മടിയിൽ കിടത്തിക്കൊണ്ട്, തൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് ഈ അമ്മ പാടുന്നുണ്ട്, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സഹനവേളകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മറ്റ് പ്രതിസന്ധികൾ, രോഗത്തിൻ്റെ പീഡകളൊക്കെ നമ്മളെ അലട്ടുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ മാറിപ്പോകുമ്പോഴൊക്കെ ഈ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജോലി ഇല്ലാതാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗങ്ങളൊക്കെ ഇല്ലാതാകുമ്പോൾ ഈ അമ്മയെപ്പോലെ ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ആനന്ദം ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ഈ ആനന്ദം നിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിൻ്റെ ഉള്ളിൽ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത്. ഈ ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മൾ നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മളൊക്കെ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് മാറണം, ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറണം. ഈശോയെ പോലെ ബലിയായി തീരാൻ ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷവാഹകരാകുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ ആഘോഷിക്കാൻ
വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഈ അമ്മയുടെ മനസ്സെന്താണെന്നറിയാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന സമയമാണല്ലോ. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ അമ്മ നിന്നോട് പറയുന്നുണ്ട്, എനിക്കാഗ്രഹമുണ്ട് നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിലേക്ക് വരാൻ, നിൻ്റെ ഭവനത്തിൽ നിന്നോടൊപ്പം വന്ന് താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ കൂടെ നടക്കാൻ, നിൻ്റെ ഭവനത്തിലേക്ക് വന്ന് നിൻ്റെ ഭവനത്തിൽ നിന്നോടൊപ്പം താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മകനെ, മകളെ, നീ തയ്യാറാണോ? നിൻ്റെ ഈ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ, നിൻ്റെ ഭവനത്തിൽ ഈ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ നീ തയ്യാറാണോ? അങ്ങനെ തയ്യാറാകണമെങ്കിൽ നീ ആദ്യം ഈശോയെ നീ സ്നേഹിക്കണം. അതിരുകളില്ലാതെ നീ സ്നേഹിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെ നീ മാറ്റിവെക്കണം. അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയും ഒക്കെ ആത്മാവിനെ നീ എടുത്തു മാറ്റണം. നിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെ, ഈ ലോകം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ലോകം തരുന്ന ഒരുപാട് കാര്യങ്ങളെ നിൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കുവാൻ നീ തയ്യാറാകണം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ക്രിയ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന, ത്യാഗമേറ്റെടുക്കുന്ന, ക്ഷമിക്കാൻ പറ്റുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവരോടും കരുണ കാണിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം നിന്നിൽ വളരും. അങ്ങനെ വളരുമ്പോൾ ഈ അമ്മ നിൻ്റെ കൂടെ നടക്കും, നിന്നെ കൈപിടിച്ച് നടത്തും. ദൈവരാജ്യത്തിൻ്റെ മകനായി, മകളായിട്ട് നീ രൂപാന്തരപ്പെടും. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈ അമ്മ പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ തിരുക്കുമാരൻ ബലിയായി തീർന്നതുപോലെ ഇന്ന് നീയും ബലിയായി തീരണം. ഇന്ന് ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും തിരുസഭ പഠിപ്പിക്കുന്നതും മറ്റൊരു ബലിയായി തീരുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ബലിയായി തീരാൻ വേണ്ടിയിട്ടാണ്. ഈ ബലിപീഠത്തിൽ നിന്ന് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഈശോയുടെ സാന്നിധ്യം എല്ലാവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ മുഴുവൻ ഈ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മളുടെ ജീവിതം ഇടയാക്കുക എന്നുള്ളതാണ്. ഓരോ നമ്മുടെ ജീവിതങ്ങളും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എത്രത്തോളം ഈ ബലിയെ സ്വീകരിക്കാൻ, ഈ ബലി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ട്. സാഹചര്യങ്ങളുണ്ടായിട്ടും അവസരങ്ങളുണ്ടായിട്ടും ബലിയിൽ പങ്കെടുക്കാതെ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഈ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈശോ ഒരുപാട് നമ്മെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് നിന്നെ കാണാൻ ഇറങ്ങി വരുന്ന, നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഇറങ്ങി വരുന്ന, നിൻ്റെ സ്വരമൊന്ന് കേൾക്കാൻ ഇറങ്ങി വരുന്ന, ഈ ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുന്ന തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ, ഈ ബലിയാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ല എങ്കിൽ, കർത്താവ് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വിളിച്ചത്, നിന്നെ ഞാൻ വേർതിരിച്ചത്, നിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത് ഈ പ്രദേശത്തിന്, നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ ഒരു സുവിശേഷമായി തീരാൻ വേണ്ടിയിട്ടാണ്, ഒരു വിളക്കായി തീരാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവർക്ക് വിളക്കായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചത്. ആ ദൗത്യം നമ്മളെ ഭരമേൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഓരോ ബലിയിലേക്കും നിന്നെ വിളിക്കുമ്പോൾ, നിൻ്റെ അൾത്താരയിൽ നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ അൾത്താരയിൽ കർത്താവ് വന്ന് മുറിയപ്പെടുമ്പോൾ, ആ മുറിയപ്പെടുന്ന ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നിന്നെ കേൾക്കാൻ, നിന്നെ കാണാൻ, നിന്നെ സ്നേഹിക്കാൻ, നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന എന്നെ ഒന്ന് കാണാൻ നീ എന്തേ ഓടി വരാത്തെ? എൻ്റെ അമ്മയോടൊപ്പം ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. എൻ്റെ അമ്മയോടൊപ്പം ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോ പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ മുതൽ ഈ ശിഷ്യൻ അവളെ തൻ്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോ താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യന് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഈ പരിശുദ്ധ അമ്മ. അപ്പോൾ മുതൽ ഈ അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്ക്, ഈ ശിഷ്യൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചതുപോലെ ഈ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സന്തോഷത്തോടെ ഈ അമ്മയെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഈശോയെ ആരാധിക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ, ബലിയായി തീരാൻ, നിന്റെ തിരുക്കുമാരൻ ബലിയായി തീർന്നതുപോലെ ഞാനും മറ്റൊരു ബലിയായി തീരാൻ
എന്നെ സഹായിക്കണമേ. കുരിശിൻ്റെ വഴിയിലൂടെ അമ്മ കടന്നുപോയി തിരുക്കുമാരനെ ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുരിശിൻ്റെ വഴിയിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഈശോയെ ആരാധിക്കുന്ന ഓരോ നിമിഷവും ഈ അമ്മയുടെ സാന്നിധ്യം നമുക്കുണ്ട്. അതൊന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ ഈശോയെ ആരാധിക്കാൻ അമ്മ നമ്മളെ പരിശീലിപ്പിക്കും, നമുക്ക് കരുത്തു നൽകും, നമ്മളെ ബലപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോയെ ആരാധിക്കാൻ നീ തയ്യാറായാൽ ഈ അമ്മയുടെ സാന്നിധ്യം നിന്നെ ബലപ്പെടുത്തി ഈശോയോട് ചേർത്ത് നിന്നെ നിർത്തും. ഒരു കുരിശും നിനക്ക് കുരിശായി തോന്നുകയില്ല, ഒരു പ്രതിസന്ധിയും നിനക്ക് പ്രതിസന്ധിയായി തോന്നുകയില്ല. ഈശോയോട് ചേർന്ന് നമുക്ക് അല്പസമയമായിരുന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈ ഈശോയെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനീതാ. അടിയനീതാ അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും. പൂർണ്ണമായി സമർപ്പിച്ച് നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആരാധന. നീ എൻ്റെ രക്ഷകനും ഏറ്റു പറയാം. നീ എൻ്റെ വൈദ്യരും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം.
പൂർണ്ണ ഹൃദയമോടെ നമ്മെ തന്നെ പരിപൂർണമായി നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമാ സമർപ്പിക്കാം. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ യേശുവേ. എല്ലാ നിയോഗങ്ങളും ഈശ്വരകരങ്ങളിലേക്ക് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ഈ ആരാധനയുടെ സമയത്ത് വലിയ വിടുതൽ ഉണ്ടാകുവാൻ കർത്താവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു കവിയുക. ഈ കാലഘട്ടത്തിന്റെ ഒരു അഭിഷേകം നിറയുക ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഈശോ 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 ഈശോ. ആരാധന ആരാധന ആരാധന. ആരാധന 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 ആരാധന. മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് പരിശുദ്ധ പരമമം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പൂർണ്ണ ഹൃദയത്തോടെ പരിശുദ്ധ പരമമം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. സർവമഹത്വം ഈശോയ്ക്ക് പരിശുദ്ധ പരമമം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. കാൽവരി മലയുടെ മുകളിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരമ്മയാണല്ലോ, ആ അമ്മയുടെ മനസ്സാണല്ലോ നമ്മളൊന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ഈ അൾത്താരയിൽ ഈശോ നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടെ അപ്പമായി ഇറങ്ങി വരുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും ഈശോ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ നോക്കിക്കോണം. എൻ്റെ അമ്മയെ നിന്റെ കരങ്ങളിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈശോയെ, നിന്റെ അമ്മയെ ഒന്ന് കൂടെ കൂട്ടാൻ അതിയായി ആഗ്രഹിക്കുക. നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് ആ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്കൊന്ന് നിൽക്കാം. ആ കുരിശിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന തിരുരക്തത്താലും തിരുജലത്താലും ഒന്ന് കഴുകപ്പെടുവാൻ, ആ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും വിശുദ്ധി നമ്മുടെ ജീവിതങ്ങളിൽ ഒന്ന് നിറയാൻ, പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ, ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ ശിഷ്യനോട് കൂടെ നിൽക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈശോയെ നിന്ദിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, അവനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ അവനെ രാജാവും നാഥനുമായി ഹൃദയത്തിൽ ഏറ്റുപറയുന്ന, ചങ്കുപറിച്ച് അവനെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു ശിഷ്യനോടൊപ്പമാണ് ഞാനിന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് കാണണമേ. ചങ്കുപറിച്ച് നിന്നെ സ്നേഹിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല കർത്താവേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും
പകരം എന്തു നൽകും ഞാനിനി? ഈശോ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഈശോയെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയോട് ചേർന്ന് നമുക്ക് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനവേളകളിൽ കുരിശുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മോടൊപ്പം വരുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന തൻ്റെ തിരുക്കുമാരനോട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. അവൻ്റെ ചങ്കിൽ നിന്നും ഇറ്റ് വീഴുന്ന ഓരോ തുള്ളി രക്തവും വലിയ വിലപ്പെട്ടതാണ് എന്ന് ആ അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒന്നുപോലും നഷ്ടപ്പെടാതെ, ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ അത് മുഴുവനും ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒപ്പിയെടുത്ത അമ്മയുടെ കൂടെയാ നമ്മൾ നിൽക്കുന്നത്. ഈശോയെ, നിന്റെ ചങ്കിൽ നിന്നും വീണ ഒരു തുള്ളി രക്തം എൻ്റെ ശിരസിലേക്കും ഒന്നൊഴുക്കണമേ. വഹിക്കാൻ പറ്റാത്ത ഭാരങ്ങളുമായി മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാ ജീവിതം. രോഗത്തിൻ്റെ പീഡകളുണ്ട്, ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുണ്ട്, ആർക്കും മനസ്സിലാവാൻ പറ്റാത്തതുപോലെയുള്ള ജീവിതത്തിൻ്റെ ക്ലേശങ്ങളാൽ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാം അറിയുന്നവൻ നീ മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് താലോലിക്കാൻ, വാത്സല്യത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, സ്നേഹത്തോടെ ഒന്ന് അടുത്തിരിക്കാൻ നീ എന്നോടൊപ്പം ഒന്ന് ഇറങ്ങി വരണേ ഈശോയെ. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. നമുക്കൊന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. ഒരിക്കൽ കൂടെ ഏറ്റുപാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ ഒഴുകും കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നിറയട്ടെ എല്ലാ ഹൃദയങ്ങളിലേക്കും. എല്ലാ വ്യക്തികളും തിരിച്ചോരയാൽ കഴുകപ്പെടട്ടെ. സ്വർഗത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഇറങ്ങട്ടെ. രണ്ട് കരങ്ങളും യാതനാരൂപത്തിൽ പിടിച്ച് നമുക്കൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകളെല്ലാം ഒന്ന് കഴുകി വെടുപ്പാക്കണമേ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17:9 പറയുന്നുണ്ട്, ഹൃദയം മറ്റെന്തിനെക്കാട്ടിലും ദുഷിച്ചതാണ്, അത് ശോചനീയമാം വിധം പരിതാപകരമാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം ദുഷിച്ചതാണ്. ഒന്ന് കഴുകി വെടിപ്പാക്കി നിന്റെ ഹൃദയത്തിന് തുല്യമാക്കി മാറ്റണമേ. അവിടുത്തെ തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്കൊന്ന് പകർന്നു തരണമേ. നീ ഹൃദയത്തെ പരിശോധിക്കുകയും മനസ്സിനെ പരീക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ഹൃദയത്തെ പരീക്ഷിച്ചറിഞ്ഞ് അതിനെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം, അവിടുത്തെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ, അവിടുത്തെ വിലാവിൽ നിന്ന് പുറപ്പെട്ട തിരുവെള്ളത്തിന്റെയും അഭിഷേകത്താൽ എല്ലാവരും കഴുകപ്പെടട്ടെ. ജീവിതത്തിന്റെ ക്ലേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ അഭിഷേകം ഇപ്പോൾ എല്ലാ ഭവനങ്ങളിലും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗത്തിന്റെ പീഡകൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന. അപ്പോൾ മുതൽ ആ ശിഷ്യൻ ആ അമ്മയെ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ അമ്മയെ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് പറഞ്ഞയക്കണമേ. നിന്റെ അമ്മ വന്നാൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, ഞാനൊരു വിശുദ്ധനായിട്ട് മാറും. ഹെബ്രായർ 12:14 പറയുന്നുണ്ടല്ലോ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന്. വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ നിന്റെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം വേണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിന്നെ ഏറ്റവും അധികം സ്നേഹിച്ച ആ ശിഷ്യൻ നിന്റെ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, കൂടെ കൊണ്ടു നടക്കാൻ, ഏറ്റുപറയാൻ ഒരഭിഷേകം ഞങ്ങൾക്ക് തരണമേ. മാതൃവാത്സല്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് നിറയ്ക്കണമേ കർത്താവേ. ഈശോയുടെ അമ്മയാണ് ഞങ്ങളുടെയും അമ്മ എന്ന്, എൻ്റെയും അമ്മ എന്ന് ഏറ്റുപറയാൻ ഒരഭിഷേകം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. തള്ളിപ്പറയുന്നവരുടെ കൂടെ കൂടാതെ ചങ്കോട് ചേർത്ത് പിടിക്കുന്നവരുടെ കൂടെ കൂടെ നിന്നുകൊണ്ട് അമ്മയെ ഏറ്റുപറയാൻ, ആ അമ്മയെ സ്നേഹിക്കാൻ, അതുവഴി നിന്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ഒരു കൃപ ഞങ്ങളിലേക്ക് പകരണമേ. വചനം ഹൃദയത്തിൽ ഗ്രഹിച്ചവളേ, വചനം ഉദരത്തിൽ വഹിച്ചവളേ, വചനം മനുജനായി അവതരിക്കാൻ ജീവിതമേകിയ മരിയാമ്പികേ, വചനം ഹൃദയത്തിൽ ഗ്രഹിച്ചവളേ, വചനം ഉദരത്തിൽ വഹിച്ചവളേ, വചനം മനുജനായി അവതരിക്കാൻ ജീവിതമേകിയ മരിയാമ്പികേ. ഈശോയുടെ സ്നേഹത്തോട്
നമ്മുടെ ഹൃദയത്തെ ഒന്നും കൂടെ ചേർത്ത് വെക്കാം. കാൽവരി മലയുടെ മുകളിലാണല്ലോ നാം നിൽക്കുന്നത്. കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ആ ദൈവത്തിൻ്റെ ഏകജാതൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി ഇപ്പൊ പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ, നീ കൂടെ കൂട്ടിക്കോ. അമ്മയെ നീ ഒന്ന് പരിചരിച്ചേ, ഒന്ന് സ്നേഹിച്ചേ. അമ്മയെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഈശോയെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ടല്ല, ഈശോയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അമ്മയെ സ്നേഹിക്കുന്നത് വഴി ഈശോയെയാണ് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക. ഈശോയിലേക്കാ നമ്മൾ കൂടുതൽ അടുക്കുന്നത്. കർത്താവേ, ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ. തിരുസഭയെ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് നയിക്കുന്നത് എന്ന്, സഭയിലെ ശുശ്രൂഷകളെ എപ്രകാരമാണ് ഈ അമ്മ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്കും ഒരു കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുരിശുമെടുത്തു കൊണ്ടുപോകുമ്പോൾ കുരിശിൻ്റെ വഴിയിൽ ഈ അമ്മയുടെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ രണ്ടും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. തിരിച്ചോര തുള്ളിയാൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങളെല്ലാം എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ മിത്രമായി തീരുവാൻ ഒരു അഭിഷേകം ഞങ്ങൾക്കായി തുറന്നു തരണമേ. യെശയ്യാ 22:22 പറയുന്നത് പോലെ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യുകയില്ല. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾക്കുള്ള വാതിലുകൾ അവിടുന്ന് തുറക്കണമേ. ആവശ്യമില്ലാത്ത എല്ലാ വാതിലുകളും അടയ്ക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ കരങ്ങൾ രണ്ടും യാതന രൂപത്തിൽ പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ ഈ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.